ട്രാൻസ് ഓക്കെ. ട്രാൻസിനെ നമുക്ക് അംഗീകരിക്കാം. അംഗീകരിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവരുടെ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അംഗീകരിച്ചു. പക്ഷെ സമൂഹത്തിലിറങ്ങി അരാജകത്വം പോലെ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെയല്ല. അവര് അവരുടെ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കി അത് സമൂഹം നമ്മളെ പോലെയുള്ള ആളുകൾ അവരെയും അംഗീകരിച്ചു പോകുന്ന ആളുകളെ അവര് നല്ല രീതിയിൽ അവര് മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് അംഗീകരിക്കാം. അതല്ല ഈ കോലം കെട്ടി നടന്നുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര സംഭവം അവരാണ് എല്ലാ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതല്ലാത്ത ഇപ്പൊ ഞാൻ അറിയുന്ന എന്റെ കുറച്ച് സൗഹൃദങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളൊക്കെ ഇതേപോലെ ഉണ്ട്. അവര് ഈ പറയുന്ന പോലെ ട്രാൻസ് എന്ന് അവകാശപ്പെട്ടിട്ടൊന്നല്ല നടക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു പോരായ്മ അവരിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം അവരിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരിനെ ആരിനെയും മാറ്റി നിർത്താറില്ല. കാരണം അവർക്ക് അവരുടെ പോരായ്മ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കാറാണ് പതിവ്. നമ്മളുടെ എല്ലാ പരിപാടികളിലും നമ്മുടെ എല്ലാ ഇതിലും അവര് വരും. അവരുടെ കാരണം ഉം, അവരുടെ ഒരു സൗഹൃദ വലയങ്ങൾ ഒരു 4, 5, 3 പേരൊക്കെ അവരുണ്ടാവും. പക്ഷെ അവരങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം വരുത്തണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ കോലം കെട്ടി നടക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നമ്മളെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് കേട്ടിരിക്കുന്നവർ കണ്ടിരിക്കുന്നവരൊക്കെ നമ്മള് താഴെ കമന്റ് വന്നാലാണ് അറിയാം. അതുപോലെ ഈ പറഞ്ഞ ലെസ്ബിയൻസ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിപ്പോ ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും ഈ ലെസ്ബിയൻസിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങള് ശരിയാക്കി കൊണ്ടുവരാൻ അവർ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. ആ കാരണങ്ങളെ കണ്ടെത്തലുകളല്ല ശരിക്കും വേണ്ടത്. അയനാസ് എന്തോ വലിയ കാര്യം പറയുവാണല്ലോ. ഒളിച്ചിരുന്ന് കേൾക്ക്. ഒളിച്ചിരുന്ന് കേൾക്കില്ലേ? താഴെ വാ, താഴെ വാ. ആ നമ്മുടെ പി പിണങ്ങും ഇപ്പൊ. പി പിണങ്ങും. പി കൊറേ ഇപ്പൊ പി കൊറേ നേരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം. അത് അവരെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുക. കാരണം എന്താന്ന് വെച്ചാല് ഈ ലെസ്ബിയൻസ് ഒരേ ഇതിലുള്ളതാണെങ്കിൽ നമ്മളുടെ ഇപ്പൊ പെണ്ണുങ്ങളാണ് എങ്കിൽ നമ്മളുടെ മക്കള് പെൺകുട്ടികളായ മക്കളുണ്ടാവും. നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ലുക്കില്ലെന്നേ ഉള്ളൂ, ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവരെ നമ്മള് ഒരു പെണ്ണും പെണ്ണും എന്ന നിലയ്ക്ക് ഒരിക്കലും നമ്മൾ അവരിനെ സംശയിക്കേണ്ടതായ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ അവരിനെ നല്ല വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മളെ മക്കളെ ഒക്കെ ഏത് രീതിയിലേക്ക് അവർ കൊണ്ടുപോകും എന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ബിഗ് ബോസിൽ ആ ലേഡി പറഞ്ഞത്, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് അവരെ വിശ്വസിച്ച് എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതേ അഭിപ്രായത്തോടെ പറയാനുള്ള സ്വാതന്ത്ര്യമേ ലാലിനും ഉള്ളൂ. ഏഹ് എന്റെ വീട്ടിൽ ഞാൻ കയറ്റും എന്ന് പറയുന്ന അതേ ധാർഷ്ട്യത്തോടെ തന്നെ എന്റെ വീട്ടിൽ കയറ്റാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം അവർക്കും പറയാം. പക്ഷെ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് എന്തിന് നിങ്ങളത് പറയുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം ആർക്കുമില്ല. അവര് ഒരു ഷോ നടത്തുന്നുണ്ട്. അതിന്റെ ആങ്കറാണ്. ഇതൊക്കെ ശരിയാണ് എന്ന ഇതിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അതിനെ അത്ര രീതിയിൽ അടിച്ചാക്ഷേപിക്കാനുള്ള ഒരു സംഭവം ഞാൻ അതിൽ കാണുന്നില്ല. കാരണം ഇത് തന്നെയാണ് എങ്ങനെയാണ് ഒരു മക്കളെ വിശ്വസിച്ച് നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നമ്മുടെ മക്കളെ വിശ്വസിച്ച് ഒന്ന് അടുത്തിരുത്തി കൊടുക്കാൻ പറ്റുക. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോ ലെസ്ബിയൻസ് അല്ല എന്ന് പറയും. ഇപ്പോ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മുടെ ഫാമിലിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സൗഹൃദ ബന്ധങ്ങളില് അതുപോലെ നമ്മളുടെ ഫാമിലിയിലുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻ ആണ്. അതും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. വൈബ് മീഡിയ ഹായ് ഹായ് ഹായ്. എന്താണ് വൈബ് മീഡിയ വിശേഷം? അതെന്താ ഐസിന് എന്താ ബ്ലൂ ഇല്ലാത്ത? ഐസിന് ബ്ലൂ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈബിന്റെ മറ്റേ വൈബ് ഇതിന്ന് ഒരു കമന്റ് ഇട്ട് വെക്കടാ. എനിക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് എത്താൻ പറ്റില്ല കേട്ടോ വൈബ്. നിന്റെ കമന്റ് ഒന്നും കണ്ടില്ല. ഓക്കെ.
അപ്പോ നമ്മളിവിടെ ചെറിയൊരു വിഷയം പറയാണ്. എന്താ ടോപ്പിക് എന്ന് പറയുന്നുണ്ട്. ടോപ്പിക് എന്റെ ഇത് ഇതിന്റെ തംബ്ലൈൻ വായിച്ചിരുന്നു. അതിന്റെ തംബ്ലൈനിൽ വളരെ വ്യക്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വിയോജിപ്പുണ്ട്. ഏഹ് ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഒരു പരിധിവരെ ആളുകളൊക്കെ ഞാൻ ഈ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. പക്ഷെ ഈ ഒരു റീൽസ് ആയിട്ട് ഒരുപാട് കേറി വന്നപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് ഞാന് ഇന്നാണ് സംഭവം ഇത് കുറെ ആയിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് അത്ര നോട്ടീസ് ചെയ്യാറില്ല. ഇന്ന് പക്ഷെ ഞാനത് കേട്ടു. അത് കേട്ടപ്പോ വളരെ ഹാർഡ്ലി നമ്മുടെ ലാലേട്ടൻ ആ ഒരു കോണ്ടസ്റ്റിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് ആ ഒരു ഷൗട്ടിങ്. ഇറങ്ങിപ്പോണം ഷോയിൽ നിന്നൊക്കെ പറയുമ്പോ, അത് ഇറങ്ങിപ്പോകാൻ അർഹതയുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇറങ്ങിപ്പോവാനും ഇറക്കി വിടാനും അർഹതയുള്ളവരും ഇറങ്ങിപ്പോകാൻ അർഹതയുള്ളവരൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അവര് അവരുടെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതും, അങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ളതും 100% അങ്ങനെ തന്നെയാണ്. ആ ഒരു സംഭവം ഞാന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തരാം. അത് ഏതില് ഞാൻ കണ്ടത്. ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ ട്ടാ. ഒരു ലെസ്ബിയൻ കപ്പിൾസിന്റെ സംഭവമാണ്. അത് നമ്മള് കേൾപ്പിച്ചത്. പക്ഷെ ഞാൻ ഏതിലോ കണ്ടിരുന്നു. ഏതിലോ കണ്ടിരുന്നു. അത് ഏതിലാണെന്നുള്ളത് ഓർമ്മയില്ല. ഇതിങ്ങനെ കണ്ടു പോകുമ്പോ ചിലപ്പോ കണ്ടാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദില. യെസ്. അതെ, അതെ. പേരിന് ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആരുടെയും പേര് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. ലെസ്ബിയൻസ് ആയ എല്ലാവരെയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വ്യക്തികളെ മാത്രമല്ല. ലെസ്ബിയൻസ് എന്നുള്ള ആരൊക്കെയാണോ അവരിനെ ഒക്കെ. അത് ആണിലുണ്ട്, പെണ്ണിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പെണ്ണിലും ആണിലും ഓപ്പോസിറ്റ് നമ്മൾക്ക് ഇൻട്രസ്റ്റ്, പ്രണയം തോന്നും എന്നുള്ളത്. പ്രണയം തോന്നല് സ്വാഭാവികമാണ്. അത് ആർക്ക് ആരോട് എപ്പോ കണ്ണില്ല മൂക്കില്ല ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഒരാളോട് നമുക്ക് പ്രണയം തോന്നുക എന്ന് പറയുന്ന ഒരാളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം നമ്മുടെ വീടിനുള്ളില് നമ്മൾ അത്രത്തോളം വിശ്വസിച്ചുകൊണ്ടാണ് ഒരു ഫാമിലി മെമ്പർ എന്ന നിലയ്ക്ക് അവരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മൾ വീട്ടിൽ കയറ്റുക. ആക്ച്വലി ഞാൻ ഫോർവേഡ് ആണെങ്കിലും എനിക്കും ലക്ഷ്യപ്പ് പറഞ്ഞതാണ് സപ്പോർട്ട്. അതെ, 100% എല്ലാവരും അതിനെ തന്നെയാണ് സപ്പോർട്ട്. ലാലേട്ടൻ ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുന്ന ആ ധാർഷ്ട്യം, അത് അവരുടെ ഷോ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ധാർഷ്ട്യം അവിടെ കാണിച്ചിട്ടുള്ളത്. എന്റെ വീട്ടിൽ അത് ലാലേട്ടന്റെ ഇഷ്ടം. എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം. ആ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ ഇഷ്ടം. അത് അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായത്തെ അംഗീകരിക്കുക. പക്ഷെ ശരിയല്ല എന്ന് പറയുന്നതിന് ശരിയല്ല എന്ന് പറയാൻ തന്നെയാണല്ലോ അവര് ഷോ വെച്ചിട്ടുള്ളത്. ശരിയല്ലാത്തതിനെ ശരിയാക്കി കാണിക്കാനല്ലല്ലോ ഒരു ഷോ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ വിശ്വാസങ്ങളാണ്, ഞാൻ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ഫാമിലിയില് നമ്മളറിയുന്നവര് ഇന്നും നാളെയും മറ്റന്നാളും എന്നും മുഖത്ത് നോക്കി ചിരിച്ചു പോകുന്ന ആളുകൾക്കിടയിൽ പ്രണയം വരിക എന്നുള്ളത്. നമുക്ക് പ്രണയം വരാം. നമ്മളിപ്പോ കോളേജിൽ പോകുമ്പോ നമ്മള് എന്നും പോകുന്ന വീട് മുറ്റത്തുള്ള പെണ്ണിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. മറിച്ച് നമ്മൾ പോകുമ്പോ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വരുന്നൊരു പെൺകൊച്ചിനെ കണ്ടു, അവരിഷ്ടപ്പെട്ടു. അത് ഓക്കെ. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നു. മറ്റൊന്നും സ്വാഭാവികം തന്നെ. പക്ഷെ നമ്മള് നമ്മളുടെ ഇമോഷണൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോഴാണ് ആ വ്യക്തി ഒരു മനുഷ്യനായി തീരുന്നത് എന്നുള്ള ഒരു എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഇത്ത വന്നിട്ടുണ്ട്. വെൽക്കം. അസ്സലാമു അലൈക്കും. ഷിജത്ത. അലൈക്കുമുസ്സലാം. എല്ലാരും കുറെ ആളുകള് കുറെ ദിവസങ്ങളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. എവിടെയായിരുന്നു. ആണോ? ശരി. എല്ലാരും ഒന്ന് നമ്മുടെ ഷീജാത്താക്ക് ഒരു സലാം കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. എല്ലാരും ആരൊക്കെയുണ്ട്? സൗണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലെ ഓക്കെ ആയോ? ഇന്നലെ പറഞ്ഞു, ഷെജി പറഞ്ഞു സൗണ്ട് വയ്യ, തീരെ വയ്യാന്നുള്ളത്. ആ, ഞാൻ ആരോടും സംസാരിക്കും. ഞാൻ മൊത്തത്തിൽ പൊതുവായ ഒരു കാര്യം പറയാണ്. നമ്മുടെ ബിഗ് ബോസിലെ ചെറിയൊരു ഷോട്ട് കണ്ടു ഞാൻ. മോഹൻലാല് നമ്മുടെ ലക്ഷ്മീനെ ഇറങ്ങിപ്പോണം ഷോയിൽ നിന്ന് പറഞ്ഞിട്ട്
ഒരു തരം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ട് കണ്ടു. ആ ഷോട്ടിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് 2 വരി, കാരണം അതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാം. നമ്മളെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടല്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു എത്തിക്സും അല്ലെങ്കിൽ നമ്മുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പാടില്ല എന്ന രീതിയിൽ ലാല് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാന് ആ ഒരു ഇമേജ് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വിയോജിപ്പുണ്ട്. ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ ആരാണെന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഈ വന്നതില് ഓൾമോസ്റ്റ് ആളുകളും ആ ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. ലാലേട്ടൻ പറയുന്നതിനോടും അത് ലാലേട്ടനെ അവർ വീട്ടിൽ കയറ്റാം. ഇത് ലാലേട്ടനെ ആ ഒരു ഇപ്പോ ലാലേട്ടൻ ഇതിന് മുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു 3000+ ആളുകളെ എന്നുള്ളത്. അതൊക്കെ ഒരിക്കലും അവരുടെ തൊഴിൽ അതാണ് എന്ന് കരുതിയിട്ട് അതങ്ങനെ ഒരു കൺസേൺ കിട്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും അതിൻ്റെതായ എത്തിക്സ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ അവരുടെ ലൈഫ് എന്റർടൈൻമെന്റുകളാണ്. അതിനൊന്നും അതിന്റെ ഒരു ആ ഒരാളിനെ നമ്മ പൂജിക്കണം, ആരാധിക്കണം ഒക്കെ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അത് ചെയ്യരുത്, ആക്കരുത് എന്നൊന്നും പറയുന്നത് ശരികളല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനും വീട്ടിൽ കയറ്റാം, ഞാനും വീട്ടിൽ കയറ്റാം എന്നുള്ളത്. ഓക്കെ, അതെല്ലതും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ വീട്ടിൽ കയറ്റണോ വേണ്ടേ എന്നുള്ളത് അത് ഞാന് വൈബ് കയറ്റാൻ തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ കമന്റുകളൊക്കെ വായിക്കാട്ടോ. ആരും ഇതാവരുത്. ഷീജാത്ത ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഷീജാത്ത, ആ ആ ഹബീബി അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈഹാന നീ എവിടെയായിരുന്നു? 2-3 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. KP ലക്ഷ്മി ഇഷ്ടം. അതെ, ലക്ഷ്മിയുടെ ഇഷ്ടം. ഞാനും പറയുന്നത് അതാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഞാൻ കമന്റ് വായിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ സൈലന്റ് ആവണ്ട. നിങ്ങൾ ഓരോരുത്തരും പരസ്പരം കമന്റ് ചെയ്തോളൂ കേട്ടോ. വൈബ് അവിടെ പറഞ്ഞു കൊടുത്താണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. ഇപ്പോ വൈബിന് ഒരു മകളുണ്ടെന്ന് കരുതുക. മകളുണ്ടെന്ന് കരുതിയിട്ട് ഈ ലെസ്ബിയൻ ആയ ഒരു സ്ത്രീ വൈബിന്റെ വീട്ടിൽ, അതായത് ഒരു സ്ത്രീയും ആണ് വീട്ടിലുണ്ടെങ്കിൽ വളരെ സേഫ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുക. ഞങ്ങളുടെ കാര്യമല്ല, ഒരു ലേഡി ആയ നിലക്കുള്ള നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ആ സെക്യൂർഡ് ആയ സ്ഥലത്ത് നിങ്ങൾ ഇൻകംഫർട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും ഈ സംഭവത്തോട് ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ. ഓരോരുത്തർക്കുള്ള ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങള് നമ്മളുടെ ഫാമിലിയില് നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളോട് ചേർത്ത് നിർത്തിയിട്ടുള്ളവർക്ക് ഇൻസെക്യൂർഡ് ആവുന്ന രീതിയിൽ ഒരു കാര്യം വരുമ്പോ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനെ വൈബിനെ അംഗീകരിക്കാൻ പറ്റുമോ? ആ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വൈബിനെ അംഗീകരിക്കാൻ പറ്റുമോ? വീട്ടിൽ കയറ്റോ കയറ്റാത്തത് വേറെ കാര്യം. കയറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തില് ഇപ്പോ അങ്ങനെ ഒരു ആളാണെന്ന് അറിയുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് കയറ്റുക അങ്ങനെയുള്ള ഓരോരുത്തരെയും. ഇനിയിപ്പോ അങ്ങനെയാണ് അറിഞ്ഞത് കയറ്റുമ്പോൾ പോലും വൈബിന് ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിനെ അവരുടെ മുന്നില് ഒരു ആണിന്റെ മുന്നിൽ നിർത്തി പോകുന്ന അത്രത്തോളം സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യോ ഒരു പെണ്ണിന്റെ മുന്നിൽ നിർത്തി പോവാൻ എന്നുള്ളതും കൂടെ പറയണം കേട്ടോ. റഹത്ത ആണോ ഞാൻ ആണോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല പറ്റില്ല എന്നാണ് പറഞ്ഞല്ലേ. എനിക്ക് പറ്റും എന്ന് തോന്നിയ പോലെ തോന്നി ആ ഒരു സംഭവം. മനസ്സിലായില്ലേ? ഞാൻ പറ്റുമെന്നാണ്, ഞാൻ എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനി ഇവിടെ കണ്ടതിൽ ആർക്കും അതിനോട് അംഗീകരിക്കാൻ പറ്റുന്നവരായിട്ടൊന്നല്ല ഈ ലെസ്ബിയൻസിന് സമൂഹം. പക്ഷെ ഈ സമൂഹം തന്നെ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ പേരുകൾ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റുള്ളത്? നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം അറിയും എന്നുള്ളതല്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതായ കാര്യങ്ങളും സൈലന്റ് ആയിട്ട് നമ്മൾ മാത്രം കൊണ്ടുനടക്കേണ്ട കാര്യങ്ങളൊന്നല്ല ഇത്. ഇത് താല്പര്യമില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു ആളുകളോട് നമുക്ക് കൂട്ടുകൂടാൻ താല്പര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതിൽ നമുക്ക് അവകാശമുണ്ട്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു അത്ര അതേ അവകാശം തന്നെ അത് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം അത് ഇഷ്ടമില്ലാത്തവർക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും അത്രയും നല്ലൊരു പൊസിഷനിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ആ ഒരു ആങ്കറിങ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഒരു ഒരു എന്താ പറയാ അതിനെ
തിരിച്ചറിവില്ലാത്തൊരു വർത്താനാണ് അവിടെ പറഞ്ഞു പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ റൈഹ കുരിപ്പേ എന്ന് പറയുന്നുണ്ട്. കെ.പി. ബ്ലൂ മാറ്റൂ. ആരുടെ ബ്ലൂവാ മാറ്റണ്ടേ? കെ.പിയുടെ ബ്ലൂ മാറ്റൂ. ഇല്ലല്ലോ.